ഡിയേഴ്സ് വെൽക്കം ബാക്ക്. നിങ്ങളോടൊരു ചോദ്യം. എങ്ങനെയാണ് നമ്മൾ മലയാളം പഠിച്ചത്? ആദ്യം നമ്മൾ വായിക്കാനാണോ പഠിച്ചത്? അല്ല. ആദ്യം നമ്മൾ എഴുതാനാണോ പഠിച്ചത്? അതുമല്ല. നമ്മുടെ ചുറ്റുമുള്ളവർ സംസാരിക്കുന്നത് കേട്ടിട്ട് സംസാരിക്കാനാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇതേ സിറ്റുവേഷൻ ഇംഗ്ലീഷിൽ എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം, അതുപയോഗിച്ച് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാൻ പഠിക്കാം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, എങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് കേട്ട് പഠിക്കാം. ഇനി സെക്കൻഡ് വൺ, ഈ കേട്ട് പഠിക്കുന്ന ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് സംസാരിച്ച് പഠിക്കാം. ഇനി തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങളും എങ്ങനെ നമുക്കൊരു ശീലമാക്കി വളർത്തിയെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. സോ ഡിയേഴ്സ്, ലെറ്റ്സ് ജമ്പ് ഓൺ ഇൻ. ആദ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്കതെങ്ങനെ കേട്ട് പഠിക്കാം എന്ന് നോക്കാം. നമ്മളതിന് യൂട്യൂബിനെയാണ് ആശ്രയിക്കാൻ പോകുന്നത്. ബി കൈൻഡ്, ധർമ്മൻ ബോണസ്, ഡ്രാമറ്റൈസ് മീ സ്പെഷ്യൽ, ഇവയാണ് ഇംഗ്ലീഷ് പഠനത്തിനായി യൂട്യൂബിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചാനലുകൾ. ഈ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് എങ്ങനെ കേട്ട് പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് യൂട്യൂബിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതിൽ 1-2 ചാനലുകൾ സെർച്ച് ചെയ്യാം. ആദ്യം നമുക്ക് ബി കൈൻഡ് എന്ന ചാനൽ നോക്കാം. ബി കൈൻഡ് എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണാൻ കഴിയും. അതിലെ ഒരു വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ചാനൽ ഹോം പേജിലേക്ക് പോവുക. ഇതിലെ മെജോറിറ്റി വീഡിയോസും ഒരു 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ്. അടുത്തതായി ധർമ്മൻ ബോണസ് എന്ന ചാനൽ കൂടി നോക്കാം. ഇതിലും മെജോറിറ്റി ഷോർട്ട് വീഡിയോസ് ആണ്, പക്ഷേ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള വീഡിയോസും ഇതിലുണ്ട്. ഇതേ സെയിം ജോണറിലുള്ള വീഡിയോസാണ് ഡ്രാമറ്റൈസ് മീ സ്പെഷ്യലും. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ ചാനലുകളിലെ വീഡിയോകൾ മിക്കതും എന്തെങ്കിലും രസകരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഷോർട്ട് ഫിലിംസ് ആയിരിക്കും. നമ്മൾ ഇന്ത്യക്കാർ കഥാപാത്രങ്ങളായി വരുന്ന വീഡിയോസും ഇതിലുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ചാനലുകളിലെ എല്ലാ വീഡിയോസിലും സബ് ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ റെക്കമെൻഡ് ചെയ്ത ഈ ചാനലുകളിലെ ചില വീഡിയോസ് അല്പം റൊമാൻറ്റിക് പോർഷൻസ് ബൂസ്റ്റ് ചെയ്യുന്നവയുണ്ട്. If you feel uncomfortable, you just ignore it. As far as I am concerned, language learning is my priority. That's why I follow it and the content can't influence me. ഇനി നിങ്ങളുടെ അറിവിൽ ഇതേ ഫീച്ചേഴ്സ് ഉള്ള മറ്റ് യൂട്യൂബ് ചാനലുകളും വീഡിയോസും ഉണ്ടെങ്കിൽ നോ ഇഷ്യൂസ് അറ്റ് ഓൾ, യു ജസ്റ്റ് ഫോളോ ഇറ്റ്. ഞാൻ കാണാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് ധർമ്മൻ ബോണസ് എന്ന ചാനലാണ്. ഇതൊരു ഇന്ത്യൻ അമേരിക്കൻ യൂട്യൂബറുടെ ചാനലാണ്. ഇതിലെ പല വീഡിയോസിനും ഒരു ഇന്ത്യൻ ടച്ചും ഫീൽ ചെയ്യാറുണ്ട്. ഇനിയാണ് പ്രധാനപ്പെട്ട സംഗതി. ഈ ചാനലുകൾ ഫോളോ ചെയ്ത് ഒരു ദിവസം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒട്ടും പിടികിട്ടാത്ത കാര്യം അറിയാൻ മാത്രം സബ് ടൈറ്റിൽസ് നോക്കുക. അല്ലാതെ സബ് ടൈറ്റിൽസ് വായിച്ച് വീഡിയോയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. സബ് ടൈറ്റിൽ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇംഗ്ലീഷ് കേട്ട് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ലിസണിങ് സ്കില്ലല്ല ഇമ്പ്രൂവ് ആവുന്നത്, വായിക്കാനുള്ള റീഡിങ് സ്കില്ലായിരിക്കും ഇമ്പ്രൂവ് ആവുന്നത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. തുടർച്ചയായി നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇംഗ്ലീഷ് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുന്ന ലെവലിലേക്ക് നിങ്ങൾ മാറും. ഈ വീഡിയോകളിലെ സംഭാഷണങ്ങൾ ഒക്കെ തന്നെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കുറേ നാൾ തുടർച്ചയായി നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മെമ്മറിയിൽ ഇതിലെ വൊക്കാബുലറികളും സെന്റൻസുകളും ഒക്കെ ഓട്ടോമാറ്റിക്കായി സ്റ്റോർ ആവും. കുട്ടിക്കാലം തൊട്ടേ നമ്മൾ മലയാളം സംസാരിക്കാൻ പഠിച്ചതും ഇതുപോലുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളും സംഭവങ്ങളും കണ്ടും കേട്ടുമാണ്. ഇനി ഈ കേട്ട് പഠിക്കുന്ന ഇംഗ്ലീഷ് ആരുടെയും സഹായമില്ലാതെ എങ്ങനെ സംസാരിച്ച് പഠിക്കാം എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ബോണസ് ടിപ്പ് തരാം. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സെന്റൻസുകളും വേർഡ്സും നമുക്ക് ഈ വീഡിയോകളിൽ നിന്ന് കിട്ടും. ആവർത്തിച്ച് വരുന്ന വാക്കുകൾ, സെന്റൻസുകൾ, ഇവ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വയ്ക്കുക. ആ എഴുതി വെച്ച കാര്യങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് പേജ് മറിച്ച് വായിച്ചു നോക്കുക. അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആ വാക്കുകളും സെന്റൻസുകളും ഒക്കെ ഒന്ന് സംസാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. പുതിയ വാക്കുകൾ കിട്ടുമ്പോൾ അത് വളരെ ഈസിയായി നമ്മുടെ വാട്സപ്പിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ മീനിങ് ഉൾപ്പെടെ സേവ് ചെയ്യുന്ന ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്ത് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്ത ചാനലുകളിലെ വീഡിയോകളിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വൊക്കാബുലറി റിട്ടൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആയ വീഡിയോസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് യൂട്യൂബിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് കാണുക.
ഇനി നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അത് വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഈ കേട്ട് പഠിക്കുന്ന ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ സംസാരിച്ച് പഠിക്കാം എന്ന് നോക്കാം. ഡിയേഴ്സ്, ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ സ്വയം മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതായത് നമ്മൾ ചിന്തിക്കുന്ന മലയാളത്തിലെ ഈ കാര്യങ്ങൾ നേരെ ഇംഗ്ലീഷിലേക്ക് മാറ്റി ചിന്തിക്കുക. ഐ നോ ഇറ്റ് ഈസ് ഈസിയർ സെഡ് ദാൻ ഡൺ. പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. സോ ഡിയേഴ്സ്, ലെറ്റ്സ് ഡൈവ് ഡീപ്പ് ഇൻ ടു ദ വീഡിയോ. ഞാൻ സാധാരണ ഓഫീസിൽ പോകുന്ന ഒരു ദിവസം ഇവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരുപാട് നേരത്തെ ഓഫീസിൽ എത്തുന്ന പതിവ് എനിക്കില്ല. ഒന്നുകിൽ കൃത്യസമയത്ത് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വരെ സമയം വൈകിയായിരിക്കും ഞാൻ ഓഫീസിൽ എത്താറുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന വാചകങ്ങൾ ഇതായിരിക്കും: ഐ എം ലേറ്റ് ടുഡേ ടു, സോ ഐ ഹാവ് ടു ഗെറ്റ് ടു ദ ഓഫീസ് ആസ് സൂൺ ആസ് പോസിബിൾ. ഐ ആം ലേറ്റ് ടുഡേ ടു, ഞാൻ ഇന്നും ലേറ്റ് ആകുന്നു. ഐ ഹാവ് ടു ഗെറ്റ് ടു ദ ഓഫീസ് ആസ് സൂൺ ആസ് പോസിബിൾ, എനിക്ക് എത്രയും വേഗം ഓഫീസിൽ എത്തേണ്ടതുണ്ട്. ബേസിക് ഗ്രാമർ ഉള്ളതുകൊണ്ടാണ് ഈ സെന്റൻസുകളൊക്കെ പ്രോപ്പറായി ചിന്തിക്കാൻ കഴിയുന്നത്. ഇനി നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ വറീഡ് ആവണ്ട. നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും: ഐ ലേറ്റ് ടുഡേ, ഐ ഗോ ടു ഓഫീസ് ഫാസ്റ്റ്, അല്ലെങ്കിൽ ഐ ഗോ ടു ഓഫീസ് ക്വിക്ലി. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യുക. കുറെ നാൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആയിക്കോളും. ഇനി ബൈക്കിൽ കയറി സ്റ്റാർട്ടാക്കി പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കാം ചിന്തിക്കുന്നത്: ഇറ്റ്സ് നോട്ട് എ ഫെയർ തിങ് ടു സേ lame excuses to my officer for being late every day. It's not a fair thing to say lame excuses to my officer for being late every day. അതായത് എന്നും താമസിച്ച് ചെല്ലുന്നതിന് എൻ്റെ ഓഫീസറിനോട് മുടന്തൻ ന്യായങ്ങൾ പറയുന്നത് ഒരു ന്യായമായ കാര്യമല്ല. ഈ ലേം എക്സ്ക്യൂസസ്, മുടന്തൻ ന്യായങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വൊക്കാബുലറി ഒക്കെ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇനി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. റോഡിനോട് തൊട്ട് ചേർന്നാണ് എൻ്റെ വീട്. പെട്ടെന്ന് ഒരു സ്കൂട്ടർ വരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നത്: വാച്ച് ഔട്ട്, വെഹിക്കിൾസ് ആർ കമ്മിങ്, ഐ വുഡ് ഹാവ് ക്രാഷ്ഡ് ഇൻടു ദാറ്റ് സ്കൂട്ടർ. വാഹനവുമായി റോഡിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ചിന്തിച്ച സെന്റൻസുകളിലേക്ക് പോകാം. വാച്ച് ഔട്ട്, വെഹിക്കിൾസ് ആർ കമ്മിങ്, ശ്രദ്ധിക്കുക, വാഹനങ്ങൾ വരുന്നുണ്ട്. ഐ വുഡ് ഹാവ് ക്രാഷ്ഡ് ഇൻടു ദാറ്റ് സ്കൂട്ടർ, ഞാൻ ആ സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറിയേനെ. ഈ വാച്ച് ഔട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വെർബാണ്. ഇതിനെ ബേസ് ചെയ്തൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ സൂക്ഷിച്ചോണേ എന്നൊക്കെ പറയുമ്പോൾ ഈ വാച്ച് ഔട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കൂടുതൽ ഇൻഫർമേഷൻസിനായി ആ ഷോർട്ട് വീഡിയോ ഒന്ന് കാണുക. ഇനി എൻ്റെ ബൈക്ക് യാത്രയിലുടനീളം എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നോ അതൊക്കെ എങ്ങനെ ഞാൻ മനസ്സിൽ ഇംഗ്ലീഷിൽ ചിന്തിക്കുന്നു അതൊന്ന് പറഞ്ഞു നോക്കാം. മിക്ക ദിവസങ്ങളിലും ബൈക്ക് യാത്രയുടെ തുടക്കത്തിൽ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവരെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും സ്വയം ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന വാചകങ്ങൾ ഇതായിരിക്കും: ഓ, ദാറ്റ് ചോക്ലേറ്റ് ഈസ് സ്റ്റിൽ ദെയർ എന്ന് പറഞ്ഞാൽ, ഓ, ആ വായ്നോട്ടക്കാരൻ ഇപ്പോഴും അവിടെയുണ്ട്. ഇനി, ടു ബി ഫ്രാങ്ക്, ഹി ഈസ് വെരി ലക്കി, സത്യം പറഞ്ഞാൽ അവൻ വളരെ ഭാഗ്യവാനാണ്. ഹി ഡസൻറ്റ് ഹാവ് ടു ടേക്ക് എനി റെസ്പോൺസിബിലിറ്റീസ്, അവന് ഒരു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടതില്ല. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഡെമോ കാണിച്ചു തന്നത്. ഇനി എനിക്കെതിരെ ഒരു ബസ് വരുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ പോകുന്നു നമുക്കൊന്ന് നോക്കാം. മൈ ഗോഷ്, ദാറ്റ് ബസ് ഈസ് കമ്മിങ് ടുവേർഡ്സ് മീ എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവമേ, ആ ബസ് എൻ്റെ നേർക്കാണല്ലോ വരുന്നത്. ഈ മൈ ഗോഷ് എന്ന് പറയുന്നത് നമ്മൾ ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ എന്ന് പറയുന്നതിന് പകരമുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഫ്രേസ് ആണ്. ഞാൻ നിങ്ങളോട് വീഡിയോയുടെ തുടക്കത്തിൽ ഷോർട്ട് ഫിലിംസ് കാണുന്ന കാര്യം റെക്കമെൻഡ് ചെയ്തിരുന്നല്ലോ. ഇങ്ങനെയുള്ള ഷോർട്ട് ഫിലിംസിൽ നിന്നാണ് എനിക്ക് ഇതുപോലുള്ള ഫ്രേസുകൾ കിട്ടാറുള്ളത്. ഹി ഈസ് ഡ്രൈവിംഗ് ദ ബസ് റാഷ് ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവനെ ബസ് അലക്ഷ്യമായ രീതിയിലും വേഗത്തിലുമാണ് ഓടിക്കുന്നത്. ഇഫ് ഐ ഹാവ് എ ലിറ്റിൽ ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഐ വിൽ കൊളൈഡ് വിത്ത് ദാറ്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരല്പ ശ്രദ്ധ തെറ്റിയാൽ ഞാൻ ആ വാഹനവുമായി കൂട്ടിയിടിക്കും. സ്വാഭാവികമായും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ബസ് കടന്നു പോയതിനു ശേഷം നമ്മൾ ഇങ്ങനെയാവും ചിന്തിക്കുക: ഇഫ് ദാറ്റ് ബസ് ഹാഡ് ഹിറ്റ് മീ ഡെഫിനറ്റ്ലി ഐ വുഡ് ഹാവ് കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ബസ് എന്നെ തട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ പടമായേനെ. കിക്ക് ദ ബക്കറ്റ്, ബക്കറ്റിൽ തൊഴിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ മരിക്കുക എന്നുള്ള അർത്ഥത്തിൽ വടിയാവുക, പടമാവുക എന്നൊക്കെ പറയാറില്ലേ? അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഇഡിയമാണ് കിക്ക് ദ ബക്കറ്റ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ലാംഗ്വേജ് ലേണിംഗ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ പഠിച്ചോളൂ. ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ
ഇംഗ്ലീഷിൽ സ്വയം സംസാരിക്കുക. ഉറപ്പായും ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇംപ്രൂവ് ആയി തുടങ്ങും. ഇംഗ്ലീഷ് സംസാരിക്കാൻ അതെങ്ങനെയാണ് കേട്ട് പഠിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ആരുടെ സഹായമില്ലാതെ ഇംഗ്ലീഷ് എങ്ങനെയാണ് സംസാരിച്ച് പഠിക്കേണ്ടത് അതും നമ്മൾ പഠിച്ചു. എന്നാൽ ഇനി ഇത് രണ്ടും ഒരു ശീലമാക്കണ്ടേ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ 21 ദിവസം തുടർച്ചയായി ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു ശീലമായി മാറാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഈ കാര്യം ശാസ്ത്രീയമായി 1950കളിൽ മാക്സ്വെൽ മാർട്സ് എന്നു പേരുള്ള ഒരു അമേരിക്കൻ ഡോക്ടർ കണ്ടെത്തിയതാണ്. ഇതിനെ ബേസ് ചെയ്ത് സൈക്കോ സൈബർനെറ്റിക്സ് എന്നൊരു പ്രശസ്തമായ ബുക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു പുതിയ ശീലം വളർത്തിയെടുക്കാൻ എടുക്കുന്ന സമയത്തെക്കുറിച്ച് പല പഠനങ്ങളുമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും സ്വഭാവം, സാഹചര്യം, പുതിയതായി തുടങ്ങേണ്ട ശീലത്തിന്റെ പ്രത്യേകത എന്നിവയനുസരിച്ച് 18 ദിവസം തൊട്ട് 254 ദിവസം വരെ എടുക്കാറുണ്ട്. എന്തായാലും നിങ്ങൾ 21 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ അനുഭവത്തിൽ ഈ മെത്തേഡ് എഫക്റ്റീവാണ്. ഒരു കാര്യം പുതിയതായി തുടങ്ങുന്നതിനെങ്കിലും ഉറപ്പായും ഈ മെത്തേഡ് നിങ്ങളെ സഹായിക്കും. എനിക്ക് ഈ ഇൻഫർമേഷൻസ് കിട്ടിയത് ടെഡ് ടോക്ക് എന്നൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഞാൻ നിങ്ങൾക്ക് ആ ചാനൽ ഒന്ന് കാണിച്ചു തരാം. ടെഡ് ടോക്ക് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ടെഡ് ടോക്ക് ഇംഗ്ലീഷ് എന്ന് തന്നെ സെർച്ച് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തു തരുന്ന വീഡിയോസ് കാണാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ടെഡ് ടോക്കിന്റെ ഹോം പേജിൽ പോയി നമ്മൾ സെർച്ച് ചെയ്ത് ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടെത്തുക എളുപ്പമല്ല. കാരണം മറ്റു വിദേശ ഭാഷകൾ ഉൾപ്പെടെ ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ വീഡിയോസ് ഈ ചാനലിലുണ്ട്. ലോകത്തിലെ പല മേഖലകളിലും പ്രശസ്തരായ വ്യക്തികളുടെ ഇംഗ്ലീഷ് സ്പീച്ച് നമുക്ക് ടെഡ് ടോക്കിലൂടെ കാണാനും കേൾക്കാനും സാധിക്കും. യു ക്യാൻ ഓൾസോ യൂസ് ദിസ് ചാനൽ ടു ഇംപ്രൂവ് യുവർ ലിസണിംഗ് സ്കിൽ. ഇനി ഞാൻ മുൻപ് പറഞ്ഞ ശീലങ്ങളുമായി ബന്ധപ്പെട്ട നോളജ് എനിക്ക് കിട്ടിയ ടെഡ് ടോക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ നോവൽ ഹഡാക്കി ടെഡ് ടോക്ക് എന്ന് സെർച്ച് ചെയ്യുക. Then you will get this video, how long it takes to change your life, നോവൽ ഹഡാക്കി. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ഇനി യൂട്യൂബ് ഉപയോഗിച്ച് നമുക്ക് ലിസണിംഗ് സ്കിൽ ഇംപ്രൂവ് ആക്കുന്നതിനായി എങ്ങനെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് താല്പര്യമുള്ള വീഡിയോകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്. യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇത് കാണുക. നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോയുടെ ചാനൽ നെയിമിൻ്റെ അടിയിലായി ലൈക്ക്, ഷെയർ, റീമിക്സ്, ഡൗൺലോഡ്, ക്ലിപ്പ്, സേവ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാം. നമുക്ക് ആവശ്യമുള്ള വീഡിയോ ആണെങ്കിൽ അതിലെ സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. അതിൽ ന്യൂ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലേലിസ്റ്റിന് പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ പോപ്പപ്പ് ചെയ്ത് വരും. ഞാൻ അതിന് മൈ ഫേവറേറ്റ് ചാനൽസ് ഫോർ ലേണിംഗ് എന്ന പേര് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി പുതിയൊരു വീഡിയോ നിങ്ങൾ സേവ് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ അവസാനം ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. സേവിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്താൽ വേറെ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും പ്ലേലിസ്റ്റുകൾ മാറ്റി സേവ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് പോപ്പപ്പ് ആവും. മാറ്റി സേവ് ചെയ്യണമെങ്കിൽ മാറ്റി സേവ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡൺ സെലക്ട് ചെയ്താൽ അത് ക്ലോസ് ആവും. ചാനൽ പേജിൽ ഹിസ്റ്ററിയുടെ തൊട്ട് താഴെയായി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റുകൾ കാണാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.